സിനിമാ നടന്മാർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച ആലുവ സ്വദേശിനിക്കെതിരെ ബന്ധുവായ യുവതി റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത്. 16 വയസ്സുള്ളപ്പോൾ ചെന്നൈയിലെത്തിച്ച് ഒരു മാഫിയയ്ക്ക് വിൽക്കാൻ ശ്രമിച്ചുവെന്നാണ് ഗുരുതരമായി നമ്മളുടെ മുന്നിൽ ഇപ്പോൾ ആ പെൺകുട്ടി പെൺകുട്ടി യുവതിയാണ്. ആ യുവതി ആരോപിച്ചിരിക്കുന്നത്. DGPക്ക് നൽകിയ പരാതിയിലാണ് മൂവാറ്റുപുഴ സ്വദേശിനിയായ യുവതി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ഞങ്ങളുടെ പ്രതിനിധി ലേബി സജീന്ദ്രനുമായി സംസാരിച്ചതുകൂടി ഒന്ന് കേട്ടുവരാം. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്നോട് തന്നെ ഒരു രീതിയിലും മറച്ചു വെക്കാതെ പുള്ളിക്കാർ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. നീ ടെൻഷൻ അടിക്കേണ്ട, നീ പേടിക്കേണ്ട, ഞാൻ നിന്നെ മാത്രമല്ല, ആദ്യമായിട്ടല്ല, നീ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് സെറ്റിൽ ആകും എന്നുള്ള രീതിയിൽ എന്നോട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഇതിനു മുമ്പ് ചലച്ചിത്ര മേഖലയെ പിടിച്ചുകുലുക്കിയ ലൈംഗിക ആരോപണ കേസിലെ പരാതിക്കാരിയായ സ്ത്രീക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ബന്ധുവായ യുവതി രംഗത്ത് വന്നിരിക്കുന്നു. എന്താണ് പരാതി? ഇപ്പോൾ ഈ അലിഗേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. നമ്മുടെ ആക്ടേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നത് മിനു മുനീറിനെതിരെയാണ് ഞാൻ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. അത് എൻ്റെ ഒരു കസിനാണ്. 2014 ഞാൻ എൻ്റെ 10th എക്സാം കഴിഞ്ഞിട്ട് SSLC എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ ഒരു വെക്കേഷനിൽ ഫിലിമിൽ അഭിനയിപ്പിക്കാം, സിനിമയുടെ ഒരു ഓഡീഷന് വേണ്ടി മോള് വാ, എന്തായാലും നമുക്ക് അന്ന് ഈ പറയുന്ന പോലെ 16 വയസ്സ് എനിക്കുള്ളൂ. പക്ഷേ എങ്കിലും കാഴ്ചയിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടൊരു കുട്ടിയായിട്ട് തോന്നുന്നത്. അപ്പോൾ ചെന്നൈയിൽ ചെന്നു. ഫസ്റ്റ് ദിവസം നോർമലായിട്ട് തന്നെ കടന്നുപോയി. നെക്സ്റ്റ് ഡേ എന്നോട് ഓഡീഷന് പോകാനാണെന്നും പറഞ്ഞ് എന്നെ ഒരുക്കി വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഒരു ഹോട്ടൽ റൂമിലാണ് ചെന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ആംബിയൻസും സിറ്റുവേഷനും ഒന്നും ഒരു ഓഡിഷൻ്റെതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരു ഹെസിറ്റേഷനും കൂടാതെ എനിക്കൊരു പരിചയമില്ലാത്ത ആളൊന്ന് എൻ്റെ മുഖത്തും മുടിയിലും തോളത്തൊക്കെ പിടിക്കാൻ തുടങ്ങി. മുഖത്തൊക്കെ തൊട്ടിട്ട് ഓക്കെ ആണെന്നുള്ള രീതിയിൽ തമിഴിൽ സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. എനിക്ക് തിരിച്ചു പോകണം, വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. ആ സമയത്ത് അത്രയും നേരം ഭയങ്കര ചിരിച്ച് കളിച്ച് നിന്നിട്ട് ആ സമയത്ത് എന്നോട് ഭയങ്കര ദേഷ്യപ്പെട്ടത് എന്നെ കാണിക്കുന്നത് ഇവിടെ നിൽക്കുക എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് എന്നെ വിഷമിപ്പിക്കുകയും ഭയങ്കരമായിട്ട് മോശമായിട്ട് വാക്കുകൾ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ആദ്യമായിട്ടല്ല, നിൻ്റെ ഈ പ്രായത്തിലുള്ള ഒരുപാട് പെൺകുട്ടികൾ ഞാൻ ഇങ്ങനെ ലൈഫ് രക്ഷിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് സെറ്റാവും, ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല, നീ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പം ലേബി സജീന്ദ്രൻ ചേരുന്നുണ്ട്. ലേബി സജീന്ദ്രൻ, യുവതിക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? അങ്ങനൊരു സംശയം സ്വാഭാവികമായി ഉയരാം. 10 വർഷത്തിന് ശേഷമാണ് യുവതി ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിരിക്കുന്നത്. അങ്ങനെ സംശയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ ലേബി? ഡോക്ടർ അരുൺ, അവരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം, അവർ ഇക്കാര്യം അവരുടെ വീട്ടുകാരോട് അന്ന് തന്നെ പറഞ്ഞതാണ്. 10 വർഷം മുമ്പുള്ള സംഭവമാണ്. നമ്മൾ തന്നെ ചോദിച്ചു 10 വർഷത്തിന് ശേഷമാണോ പരാതിപ്പെടുന്നതെന്ന്. അതിന് പറഞ്ഞ മറുപടി 10 വർഷങ്ങൾക്ക് മുമ്പ് 16 വയസ്സേ ഉള്ളായിരുന്നു. 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞിരുന്ന സമയമാണ്. ആ സമയത്ത് ഇതിനെക്കുറിച്ച് ഒരു അവധാനതയോടെ ചിന്തിക്കാനുള്ള പ്രായമില്ല, പക്വതയോടെ പ്രതികരിക്കാനുള്ള പ്രായമായിട്ടില്ല. പക്ഷേ അമ്മയോടും സഹോദരനോടും ഇക്കാര്യം പറഞ്ഞിരുന്നു. വീട്ടുകാർക്കറിയാം. അതേ തുടർന്ന് ഇവരുമായുള്ള ഈ ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു. അതിനുശേഷം 1.5 വർഷത്തിന് ശേഷം വിളിച്ച് ക്ഷമ പറഞ്ഞിട്ടും അവരെ വീട്ടിലേക്ക് അടുപ്പിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ പറയാനുള്ള ഒരു ധൈര്യം വന്നതുപോലും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുതിയ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു. ഇവർ പലർക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അത് വിവാദമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതികരിക്കാനുള്ള ധൈര്യം കിട്ടിയത്. അതുവരെ ഇവർക്ക് സിനിമാ മേഖലയുമായും മറ്റ് ഉന്നത ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പരാതിപ്പെട്ടാൽ ബുദ്ധിമുട്ടാകുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും വാർത്താ പ്രാധാന്യം ലഭിച്ചൊരു സാഹചര്യത്തിലാണ് പരാതിപ്പെടാൻ ധൈര്യം കിട്ടിയത് എന്ന് പറയുന്നു. ഇവർ ഇതിന് പറയുന്ന കാര്യവും അപ്പോൾ ആ സമയത്ത് തന്നെ ഇവർ തിരിച്ച് വീട്ടിൽ വന്ന് ഈ വീട്ടുകാരോട് ഇക്കാര്യം പറയുന്നു. വീട്ടുകാർ ഇത് ചോദിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ ബന്ധുക്കൾ തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ട് തന്നെ മറ്റ് നിയമ നടപടിയിലേക്കൊന്നും പോയില്ല. അന്ന് അതിനുള്ള ഒരു പാകത ഉണ്ടായിരുന്നുമില്ല, ധൈര്യവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രായം 26 ആയതിന്റെ ഒരു ധൈര്യത്തിലാണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോയതെന്ന് പറയുന്നു. DGPക്ക് പരാതി കൊടുത്തിരിക്കുന്നു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതും ലേബി സജീന്ദ്രനാണ്. ഈ യുവതിയുടെ പ്രതികരണം പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിച്ചിരിക്കുന്നതും. നല്ല മഴയുണ്ട് ലേബി നിൽക്കുന്ന സ്ഥലത്ത്. കൊച്ചിയിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മാറി. ലേബി നിൽക്കുന്ന സ്ഥലത്ത് നല്ല മഴ പെയ്യുന്നത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഓണക്കാലം പക്ഷേ പൊതുവെ മഴയില്ലാതെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റി.